ഈടെ ഊളെ, ഇയാൾക്ക് ചായ വേണം അല്ലടോ? തരാട്ടോ, ഞാൻ നല്ല സ്പെഷ്യൽ ചായ തന്നെ തരാം. ഇതേ സമയം അവളുടെ മനസ്സ്, ഇപ്പോൾ ഇത് മതി, ന്യൂ ഇടേണ്ട, ആവശ്യം വരുമ്പോൾ നമുക്കിടാം. എപ്പടി എൻ്റെ ബുദ്ധി? അത് നല്ലതാ, വിം തന്നെ മതി, ഉറപ്പിച്ചോ. എൻ്റെ പൊന്നോ, ആദ്യമായിട്ട് രണ്ടെണ്ണം ഒരുമിച്ച് ഒരേ അഭിപ്രായം പറഞ്ഞുല്ലോ. ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല. ആരാ പവി ചാവാൻ പോണേ? ഓ, ഞാൻ എൻ്റെ ബുദ്ധിയോടും മനസ്സിനോടും സംസാരിച്ചതാ. എൻ്റെ ഈശ്വര, ഡോക്ടറിനെ വിളിച്ചിട്ടെന്ന് ചോദിച്ചതാ, വേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഈശ്വര, ഇനി ഞാൻ എന്താ നേരിനോട് പറയുക? അവനെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു കൊടുത്തത് ഒരു ഭ്രാന്തിയാണെന്ന് അവൻ അറിഞ്ഞ ആ കീർത്തിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കെട്ടിച്ചാൽ മതിയായിരുന്നു. അതും പറഞ്ഞ് ഗിരി പവീനെ ഒന്ന് ഒളിഞ്ഞു നോക്കി. മുഖമൊക്കെ ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്ത് ഗിരിനെ നോക്കി പേടിപ്പിക്കുന്നു. ഗിരിയാണെങ്കിൽ ചിരി കടിച്ചു പിടിച്ച് നിൽക്കുക. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേ? ഞാൻ നീലിനെ കീർത്തിനെ കൊണ്ട് കെട്ടിച്ചാൽ മതിയായിരുന്നു എന്നല്ലേ പറഞ്ഞുള്ളൂ. നിനക്കവനെ അതിനെ ഇഷ്ടമല്ലൊന്നു അല്ലേ പറഞ്ഞേ? ഗിരി ഇടം കണ്ടിട്ട് പവയെ നോക്കി. അവളെന്താ പറയേണ്ടതെന്നറിയാതെ കഷ്ടപ്പെടുന്നത് കണ്ട് ചിരി കടിച്ചു പിടിച്ചമർത്തി ഹാളിലേക്ക് പോയി അവൻ. അവിടെ ചെന്ന് വായും പൂട്ടി പിടിച്ചൊടുക്കത്തെ ചിരി. പിന്നെ ഒന്നും നോക്കാതെ നേരെ നീലിൻ്റെ അടുത്തേക്ക് ഓടി. അവിടെ ചെന്ന് അടുക്കളയിൽ നടന്ന കാര്യവും പറഞ്ഞു. നിനക്ക് എന്താടാ ഗിരി, വട്ടാണോ? ഞാൻ മേലെ കീർത്തിയെ പറ്റി പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഓ, എന്നിട്ടാണ് കീർത്തി എന്താ പറയാൻ വന്നതെന്ന് കേൾക്കാൻ ആ പവിയെ അതിന് കാരണക്കാരിയാക്കി പറഞ്ഞത്. അവളോട് എനിക്ക് ദേഷ്യം തന്നെയാ. അവളെൻ്റെ അമ്മാളിനെ പറ്റി എന്തോ പറയാൻ വന്നത്, എനിക്കുറപ്പാ. അതൊക്കെ വിട്. എടാ, എനിക്ക് തോന്നണതേ പവിക്ക് നിന്നെ ഇഷ്ടമാണെന്നാ. ഒന്നും മിണ്ടാതിരിക്കോ? ഇഷ്ടം പോലും. അവളെ എനിക്ക് എന്തായാലും ഒരു ഭാര്യ ആക്കാൻ പറ്റില്ല. കാണാം. അതും പറഞ്ഞ് ഗിരി പോയി. അന്നേരം ദേ പവി ചായം കയറി വരുന്നു. നീലേട്ടാ, ദാ ചായ. പവി ഇല്ലാത്ത നാട് ഇരുത്തി ഒടുക്കത്തെ അഭിനയം. ഈശ്വര, ഗിരി പറഞ്ഞ പോലെ ഇവൾക്ക് വട്ടായോ? ഇനി ഇന്നലെ വീണപ്പോൾ തലവെല്ലാം ഇടിച്ചായിരുന്നു. ഇല്ലല്ലോ. പിന്നെന്താണാവോ? അതും ചിന്തിച്ച് നീൽ പവിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിക്കാൻ പോയപ്പോഴാണ് നീൽ നൈസായിട്ട് പവിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിയത്. പുള്ളിക്കാരി നീലിപ്പോൾ കുടിക്കും അപ്പം കാണാമെന്ന രീതിയിൽ അവനെ നോക്കുന്നതാ. ഡി, നീ ഇങ്ങ് വന്നേ. എന്താ ചേട്ടാ? ആ ചേട്ടാ എന്നുള്ള വിളിയിൽ ഒരു വശപ്പിശക് തോന്നിയ നീല്. എനിക്ക് ഈ ചായ വേണ്ട, നീ ഇത് കുടിച്ചോ. അന്ന് ചായ വേണ്ടാത്തത്? മറ്റേ അതൊക്കെ കുടിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ. അപ്പോഴാണ് പവി ഓർക്കുന്നത് ഇത്രയും നേരം കുറച്ച് ദേഷ്യപ്പെട്ടാണ് പുള്ളിക്കാരത്തി സംസാരിച്ചത് എന്ന്. അല്ല, അതല്ല, പുറത്തേക്ക് പോയി വന്നതല്ലേ, ചായ കുടിക്ക്, ക്ഷീണം മാറണ്ടേ? പവി ഒരു വലിച്ചെളിയോടെ പറഞ്ഞു. നീലി കയ്യിലെ ചായ പിടിച്ച് പതിയെ പവിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അതിനനുസരിച്ച് പവി പുറകിലോട്ട് പോയി പവി ഭിത്തിയിൽ തട്ടി നിന്നു. സബാഷ് പവി, നീ പെട്ടടി. നീൽ പവിയുടെ മുന്നിൽ തന്നെ വന്നു നിന്നു. നീ എന്തിനാ അതിനെ ചൂടായേ? ആര്? എപ്പോ? ഞാൻ ചൂടായില്ലല്ലോ. നിനക്ക് ഒറ്റ ദിവസം കൊണ്ട് വിക്ക് പിടിച്ചോടി? ഇല്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആണോ? എന്നതേ ഈ ചായ അങ്ങ് കുടിച്ചേ. അതെന്തിനാ? ചേട്ടന് വേണ്ടിയല്ലേ ചായ, ചേട്ടൻ കുടിച്ചോ. അത് വേണ്ട, മോള് കുടിച്ചോ. അല്ല, ചേട്ടൻ കുടിച്ചോ. മോള് കുടിക്ക് മോളെ. ചേട്ടൻ കുടിക്ക് ചേട്ടാ. കുടിക്കടി. പവി ഞെട്ടി പണ്ടാരോ അടങ്ങിപ്പോയി. ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായത് കൊണ്ട് പവി അവസാന തടവങ്ങ് പുറത്തിറക്കി. പെട്ടെന്ന് കരയാന് നിർത്തടി. പവി കള്ളക്കരച്ചിൽ സ്വിച്ചിട്ട പോലെ നിന്നു. സത്യം പറ, വിമ്മാണോ? വിം, കൊച്ചു ഗല്ലൻ കണ്ടുപിടിച്ചു. ഒരു വളിച്ച ഇളിയോടെ പറഞ്ഞു. എടി, നീ എനിക്കൊരു പണി തരുന്നത് അറിയായിരുന്നു. പിന്നെ നിന്റെ ഓസ്കാർ പോലത്തെ അഭിനയം കണ്ടപ്പോൾ അതങ്ങ് ഉറപ്പിച്ചു. നാണമില്ലേ? കുറച്ച് പുതിയതൊക്കെ ട്രൈ ചെയ്തൂടെ? സോറി, ഇനി പുതിയത് തരാട്ടോ. ഈ ചേട്ടൻ കാത്തിരിക്കാവേ. പവി തലയിട്ട് ആട്ടി. അല്ല, ഇതിന് മോൾക്കൊരു പണി ചേട്ടൻ തരേണ്ടേ? എനിക്ക് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് തരണം. അതും പറഞ്ഞ് നീല് പവിയുടെ തലയിലേക്ക് ആ വെമ്മിട്ട ചായ അഭിഷേകം ചെയ്തു. ദോ, ഒന്ന് പോടി. നീൽ അവളെ പുച്ഛിച്ചു പോയി. പവി നനഞ്ഞ കോഴിയെ പോലെ നേരെ വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായ ഒരു കുർത്തയും എടുത്തിട്ട് പുറത്തേക്ക് വന്നു. നീൽ ബാൽക്കണിയിൽ തിരിഞ്ഞു നിന്ന് എന്തോ ആലോചിച്ച് നിൽക്കുമായിരുന്നു. എടോ ഊളെ, ഇയാൾക്കുള്ള പണി ഞാൻ തരാട്ടോ. അതും പറഞ്ഞ് ചവിട്ടിത്തുള്ളി താഴേക്ക് പോയി. പോകുന്ന വഴിയിൽ ഡോറ് നല്ല രീതിയിൽ വലിച്ചടച്ചിട്ടാണ് പോയത്. ആ സൗണ്ടിൽ നമ്മുടെ നീലൊന്ന് നിന്ന് നിൽപ്പിൽ പേടിച്ചു പോയി. പിന്നെ അത് പുറത്ത് കാണിക്കാതെ വീണ്ടും എങ്ങനെയോ നിന്ന് അതുപോലെ തന്നെ നിന്നു.
തറവാട്ടിലെ ഡ്രൈവർ രാമുചേട്ടൻ വന്ന് മുത്തശ്ശിയെയും കൊണ്ട് തറവാട്ടിലേക്ക് പോയി. അങ്ങനെ അവർ രാത്രി ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴും നീലു പവിനെ നോക്കി പേടിപ്പിക്കുകയായിരുന്നു. അതിന് പേടിക്കുന്നുണ്ടെങ്കിലും ഒന്ന് പുറത്ത് കാണിക്കാതെ തിരിച്ചു കുറച്ച് പുച്ഛം വാരിയെറിയും. ഇവരുടെ ഈ കഥകളി കണ്ട് കിളി പോയ പോലെ രണ്ടെണ്ണത്തിൻ്റെയും മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കലാണ് ഗിരി. ഇത് കണ്ട് എന്താണ് നീല് പുരികം പൊക്കി ചോദിച്ചപ്പോൾ ഗിരി ഒന്നുമില്ലെന്ന് ആക്ഷൻ കാണിച്ചു. പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി. അന്നത്തെ രാത്രി അവരൊന്നും മിണ്ടിയില്ല. പവി നിലത്തും നീൽ ബെഡിലും കിടന്നു. അങ്ങനെ നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാതെ അവർ നിദ്രയിലേക്ക് പോയി. അയ്യോ എൻ്റെ നടു അമ്മേ. ഓ ഭാഗ്യം ആ കാലമാടൻ പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ രാവിലെ തന്നെ അയാളെയും കണി കണ്ടു പോകേണ്ടി വന്നേനെ. അങ്ങനെ ഓരോന്ന് പെറുപെറുത്ത് പുള്ളിക്കാരത്തി ഫ്രഷായി. ഒരു പച്ച കുർത്തയിട്ടു. കണ്ണിൽ ചെറുതായിട്ട് കൺമഷി പുരട്ടി. നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടു തൊട്ടു. ആ ഒരുക്കത്തിൽ തന്നെ അവൾ സുന്ദരിയായിരുന്നു. അവൾ ബാഗുമെടുത്ത് താഴേക്ക് പോയി. അല്ല ആരിത്? പവി സുന്ദരിയായിട്ടുണ്ടല്ലോ. ഷോ ഒന്ന് പോകിരിയേട്ടോ, ഇങ്ങനെ സത്യങ്ങളൊന്ന് വിളിച്ചു പറയല്ലേ. അച്ചോടാ പവിക്കുട്ടിക്ക് നാണം വന്നു എന്ന് നൈസായിട്ട് ദോണ്ടി ആ ക്ലോക്കിലോട്ട് നോക്കിയേ. ഗിരി കയ്യിലിരിക്കുന്ന ദോശവായിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് പവിയോട് പറഞ്ഞു. പവി എന്താ എന്ന രീതിയിൽ ക്ലോക്കിലേക്ക് നോക്കി. സമയം 8:45. ഇത്രയും സമയമായോ? മോൾ എഴുന്നേറ്റോ? അമ്മ എന്തെന്നെ വിളിക്കാഞ്ഞേ? ആര് പറഞ്ഞു വിളിച്ചില്ല എന്ന്? ഞാൻ 7:30 ആയപ്പോൾ ഡോറിൽ വന്ന് തട്ടി വിളിച്ചതാ. നീല പറഞ്ഞ മോള് നല്ല തലവേദനയാ, ഇന്ന് ചിലപ്പോൾ പോണില്ലെന്ന്. പോണ്ടെങ്കിൽ താഴേക്ക് വന്നോളുമെന്ന്. ഇടു ക്നാപ്പാ, എനിക്കിട്ട് നിങ്ങൾ പണിഞ്ഞൂലേ? വെച്ചിട്ടുണ്ടോ? പവി മനസ്സിലോർത്തു. മോളെ അച്ഛൻ കൊണ്ടാക്കണോ? അയ്യോ വേണ്ട, അന്ന ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവും. ഞാൻ എത്ര വൈകിയാലും അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്നാലും കുറച്ചധികം നടക്കാനില്ല മോളെ. മാത്രമല്ല 1/2 മണിക്കൂർ ബസ് യാത്രയുമില്ലേ. അത് കുഴപ്പമില്ലമ്മേ, ഞാൻ ഓടിക്കോളാം. എന്നാൽ വന്നിരിക്ക്, ഞാൻ വിളമ്പിത്തരാം. സമയമില്ലമ്മേ, ഫുഡൊക്കെ പിന്നെ ആയാലും കഴിക്കാലോ. അത് പറഞ്ഞു പവി അന്നയുടെ വോയിസ് മെസ്സേജ് ഓണാക്കി. എടി പല്ലിക്കുഞ്ഞെ, നീ എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് എഴുന്നള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. നിന്റെ കയ്യും കാലും പിന്നെ എൻ്റെ കയ്യിലിരിക്കണേ കാണും. 15 മിനിറ്റിനുള്ളിൽ വന്നില്ലെങ്കിൽ നീ തീർന്നു പവി, നീ തീർന്നു. പാവം പവി ആ വോയിസ് ഓഫാക്കാൻ കഷ്ടപ്പെടുക. അതാണെങ്കിൽ വെപ്രാളത്തിൽ ഓഫാക്കാനും പറ്റുന്നില്ല. വോയിസ് എല്ലാവരും കേട്ടു. അത് കേട്ട് ഗിരിയുടെ വായിലിരുന്ന ദോശ നെറുകയിൽ കയറി ചുമക്കാൻ തുടങ്ങി. അന്നക്കൊച്ച് നല്ല കലിപ്പില, മോള് ഓടിക്കോ. പവി ഒരു വളിച്ച ചിരി ചിരിച്ചിട്ട് ഒറ്റ ഓട്ടങ്ങ് ഓടി. അയ്യോ മടുത്തു, ഇനി എനിക്ക് പറ്റൂല. എടോ ഊളെ, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഓരോന്ന് പെറുപെടുത്ത് പുള്ളിക്കാരി ബസ് സ്റ്റോപ്പിലെത്തി. അന്നേ പാ, എവിടെയായിരുന്നടി മരപ്പട്ടി? അന്നേ നീ ഇങ്ങനെ ചൂടാവല്ലേ, ആൾക്കാർ നോക്കണു. ഞാനൊന്നും പറയുന്നില്ല, ദേ ബസ് വരുന്നുണ്ട്, ഇങ്ങോട്ട് വാ. അവരെ ബസ്സിൽ കയറി. അധികം തിരക്കുണ്ടായിരുന്നില്ല. പവി തലവേദന ആയിരുന്നു എന്ന് കള്ളം പറഞ്ഞ് അന്നയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു. അവരങ്ങനെ കോളേജിലെത്തി. അടിപൊളി കോളേജായിരുന്നു. പവിയുടെ ആഗ്രഹം പോലെ 2 പേരും ഒരുമിച്ച് കോളേജ് കണ്ടു. ആ കോളേജിലെ മെയിൻ ഹൈലൈറ്റ് അവിടുത്തെ തണൽ മരങ്ങളായിരുന്നു. അവിടെ എവിടെയുമായി കുറച്ച് പേരുണ്ട്. ഓരോ ഗ്രൂപ്പായി നിൽക്കുന്നവരും തനിയെ ഇരിക്കുന്നവരും കപ്പിൾസും ഉണ്ടായിരുന്നു. അവർ സമയം നോക്കി. 9:40 ആയിരുന്നു. വൈകി 9:30 ക്ലാസ് തുടങ്ങും. പവി ഒന്നും നോക്കേണ്ട, ഓടിക്കോ. അതെ, എങ്ങോട്ടാ? നിനക്കതിന് ക്ലാസ് എവിടെയെന്ന് അറിയോ? അതില്ല, പിന്നെ എങ്ങോട്ടാ? അല്ല, ഞാൻ ആ ഫ്ലോയിലങ്ങ് പറഞ്ഞതാ. ആണോ? എന്നാലേ ഫസ്റ്റ് ചോദിക്കാം, അത് കഴിഞ്ഞ് ഓടാൻ കേട്ടോ. ഓ കേട്ട്. അവർ സീനിയേഴ്സിനോട് ചോദിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടും മരണപ്പാച്ചിൽ തന്നെ അങ്ങ് പാഞ്ഞു. ചിലരൊക്കെ അവരെ അത്ഭുതത്തോടെ നോക്കി. ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. നീ കയറ് അന്നെ കൊച്ചേ. ആരാ വൈകിയത്? നീ തന്നെയല്ലേ, അങ്ങ് കയറിയാൽ മതി. ഓ പുല്ല്, ശരി മാം. പവിയുടെ സൗണ്ട് കേട്ട് ആ ക്ലാസ്സിലുള്ള എല്ലാവരും അവരെ നോക്കി. പവിയും അന്നയും പരസ്പരം നോക്കിയിട്ട് എല്ലാവർക്കുമായി ഒരു അസല് പല്ല് കാണിച്ച് ഒരു ചിരിയങ്ങ് പാസ്സാക്കി. എന്താ ഫസ്റ്റ് ഡേ തന്നെ ലേറ്റായത്? അത് മിസ്, ഞങ്ങളെ ആ പൊട്ട ബസ് ചതിച്ചതാ. അന്നയുടെ ഇടിപിടി എന്നുള്ള ഉത്തരം കേട്ട് ആ ക്ലാസ് മുഴുവനും ഒന്ന് ചിരിച്ചു. പവി അന്നയെ നോക്കി പേടിപ്പിച്ചു. അന്ന കുഴപ്പായോ എന്ന രീതിയിൽ പവിയെ നോക്കി. വാട്ട്? അത് മിസ്, ഞങ്ങൾ വരാനിരുന്ന ബസ് ഉണ്ടായിരുന്നില്ല, അതാ വൈകിയത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ക്ഷമിച്ചു. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. കയറി വാ. അവരകത്ത് കയറി നേരെ പോയിരുന്നത് ബാക്ക് ബെഞ്ചിലായിരുന്നു. അങ്ങനെ ക്ലാസ് തുടങ്ങി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അധികമൊന്നും പഠിപ്പിച്ചില്ല. ഇന്നത്തെ നീലിൻ്റെ കാര്യങ്ങൾ
രാവിലെ തന്നെ അവൾക്കൊരു പണി കൊടുത്ത് നേരത്തെ തന്നെ കോളേജിൽ വന്നു. എന്തോ എനിക്ക് മാത്രമായിട്ടൊരു റൂമാണ്. സ്റ്റാഫ് റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതൊരു റൂമായിട്ട് തിരിച്ചതായിരുന്നു. ഒത്തിരി ജോലി എനിക്കുണ്ടായിരിക്കും. അവിടെ ഇരിക്കുന്ന ഫയൽസൊക്കെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. വെറുതെ ഇരുന്ന് കറങ്ങുന്ന കസേരയിൽ നിന്ന് കറങ്ങിയപ്പോഴാണ് ന്യൂ അഡ്മിഷൻ കുട്ടികളുടെ ബയോഡേറ്റയുള്ള ഫയൽ കാണുന്നത്. അത് ചുമ്മാ നോക്കി നോക്കി പോയപ്പോൾ അന്നയുടെ ഫോട്ടോ കണ്ടു. ആദ്യമൊന്ന് സംശയിച്ച് കുറച്ചു പോയി കഴിഞ്ഞപ്പോൾ ആ നഗ്ന സത്യം മനസ്സിലാക്കി. വീട്ടിലിരിക്കുന്ന ആ മുതൽ ഈ കോളേജിലാണ് പഠിക്കുന്നത് എന്ന് ഞെട്ടി പണ്ടാരടങ്ങിയിരിക്കുമ്പോഴാണ് പ്യൂൺ ഞാൻ പഠിപ്പിക്കാൻ പോണ ക്ലാസ്സിലെ കുട്ടികളുടെ ലിസ്റ്റുമായിട്ട് വരുന്നത്. അവൾ ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചു നോക്കി. വന്നപ്പോൾ തന്നെ കണ്ടു പല്ലവി കുമാർ. ആദ്യം വളരെ മാന്യമായി ഞെട്ടി, പിന്നെ സ്റ്റുഡൻസ് ടീച്ചറായി മാറി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം അവൾ പറയരുതേ എന്നൊരു ചിന്ത മാത്രമേ നീലിനുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് ടീച്ചർ പോയതും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലായിരുന്നു. ഗേൾസ് മുഴുവനും ലിപ്സ്റ്റിക്ക്, കമ്മൽ, അങ്ങനെ ഓരോന്നിനെ പറ്റി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. മിക്ക ബോയ്സ് ആണെങ്കിൽ അവരൊക്കെ പബ്ജി കളിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഐ ഡി വാങ്ങുന്ന തിരക്കിലും. ഇതൊക്കെ കണ്ട അന്നയും പവിയും മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ചിട്ട്, അന്ന എടുത്തോളൂ. ബിങ്കോ ആണോ SOS ആണോ? ബിങ്കോ ഉറപ്പിച്ചോ? ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. ഇല്ല ഫസ്റ്റ് ഞാൻ. ഇല്ല ഞാനാ. നീ വൈകി വന്നതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ. അപ്പോൾ ആദ്യം തന്നതോ? അത് നീ ഒന്നും പറയണ്ട, ഞാൻ ഫസ്റ്റ്. ഓ പുല്ല്, കളിക്കാൻ പോയി എന്നെ വേണം പറയാൻ. എൻ്റെ അടുത്ത് കളി വേണ്ട. അത് പറഞ്ഞവൾ ചിരിച്ചു. ഇനി വാ SOS കളിക്കാം. ഓ ഓക്കെ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഐ ആം യുവർ ഇംഗ്ലീഷ് ലെക്ചർ. മൈ നെയിം ഈസ് നീൽജിത്ത് മാധവൻ. എവിടെയോ കേട്ട പേര്, നല്ല പരിചയമുള്ള പേര്. അതും പറഞ്ഞ് പവി തലപൊക്കി നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി കിളികളുടെ കൂടെ പോവാൻ റെഡിയായി നിൽക്കുവാണ് പവി. എന്നാലും വല്ല സ്വപ്നമാണോ എന്നറിയാൻ വേണ്ടി അന്നയോട് ചോദിക്കാൻ അവളെ നോക്കിയപ്പോൾ പുള്ളിക്കാരത്തെ ഓൾറെഡി കാറ്റ് പോയ ബലൂൺ പോലെ അന്തം വിട്ട് കുന്തം പോയ പോലെ പവിനെയും നീലിനെയും മാറി മാറി നോക്കുക. നോക്കണ്ട, എനിക്ക് സത്യാണെന്ന് അറിഞ്ഞില്ല. എന്നോടൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ല. ഡോ എന്താ അവിടെ ഒരു സംസാരം? പവി ഞെട്ടി ഒന്ന് എഴുന്നേറ്റു. എന്നെ മനസ്സിലായില്ല എന്ന രീതിയിൽ പവി നീലിനെ തുറിച്ചു നോക്കി. അവിടുത്തെ സ്റ്റുഡൻസൊക്കെ പവിനൊരു അന്യഗ്രഹ ജീവനെ കാണുന്ന പോലെയായിരുന്നു നോക്കിയത്. തന്നോടാ ചോദിച്ചത്, എവിടെ നോക്കിയിരിക്കുക? അത് നീ. അത് പറയാൻ വന്നപ്പോൾ നീല അവളെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചതുകൊണ്ട് പറയാൻ വന്നത് വിഴുങ്ങി വായിൽ നിന്നും ഒന്നുമില്ല സർ എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് ക്ലാസ്സിൽ ഇരുന്നോളണം. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് പഠിക്കണം. എൻ്റെ ക്ലാസ്സിൽ ഉഴപ്പാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. പവിനെ നോക്കി അത്രയും പറഞ്ഞ് എല്ലാവരോടും നെയിം പറയാൻ പറഞ്ഞു. അവൻ ചെയറിൽ പോയിരുന്നു. പവിയാണെങ്കിൽ ഇതിപ്പോൾ എനിക്കിട്ടാണോ വട്ട്, നീലിനാണോ വട്ട് എന്ന രീതിയിൽ എഴുന്നേറ്റ് നിന്നിടത്തും തന്നെ സംശയഭാവത്തോടെ നോക്കി. പിന്നെ ഒരറച്ച കേട്ട് അവൾ ചിന്തകളിൽ നിന്ന് എഴുന്നേറ്റത്. ഡോ ഇയാൾ ഇരിക്കുന്നില്ലേ? കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കണത് എന്തിനാ? എൻ്റെ അമ്മോ, ഇയാളിപ്പോൾ എന്നെ അടുത്ത് വിഴുങ്ങുമല്ലോ. സോറി സർ. അത് പറഞ്ഞ് പവി ഇരുന്നിട്ട് അന്നയെ നോക്കി. അവളാണെങ്കിൽ തലയിലെ ഉള്ള സ്ക്രൂ ചാടി പോയ പോലെ പവിനെ നോക്കിയിരിക്കുകയാണ്. നോക്കണ്ട, ഞാൻ പറയാം, വെയിറ്റ് ചെയ്യേ. പവി നീലിനെ തന്നെ നോക്കിയിരുന്നു. നീലാണെന്ന് അവൾക്ക് വിശ്വാസം വന്നില്ല. നെയിം പറഞ്ഞു പറഞ്ഞ് പവിയുടെ അടുത്തെത്തി. പവി ഇതൊന്നും അറിയാതെ നീലിനെ നോക്കി സംശയിച്ചിരിക്കുമായിരുന്നു. എടി പേര്. പവി ഞെട്ടി അന്നയെ നോക്കി ചാടി എഴുന്നേറ്റു. നീൽജിത്ത്. ആർ യു മാഡ്? എൻ്റെ പേരല്ല, ഇയാളുടെ പേര് പറയടൂ. സ്വപ്നലോകത്ത് പോയി ഇരിക്കുവല്ല, പിന്നെ എങ്ങനെയാ? ഡാമിറ്റ്, ഇരിക്ക്. സർ. എന്താ? എൻ്റെ പേര് പല്ലവി. ഒരു നാണമില്ലാതെ പവി അത് പറഞ്ഞപ്പോൾ ആ ക്ലാസ് മുഴുവനും അവളെ നോക്കി കളിയാക്കി ചിരിച്ചു. ഒന്നിരിക്കൂ, ഇയാൾ കാരണം പകുതി സമയം പോയി. സോറി സർ. അത് പറഞ്ഞ് പവി ഒരു ഉളുപ്പുമില്ലാതെ ഇരുന്നു. അങ്ങനെ ആ പീരീഡ് കഴിഞ്ഞു. അടുത്തത് ഇൻ്റർവെൽ ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞ് നീലിറങ്ങാൻ നേരം പവിയെ ഒന്ന് രൂക്ഷമായി നോക്കി. ഇയാളിപ്പോൾ എന്ത് കോക്കനറ്റ് കാട്ടാനാ എന്നെ നോക്കി പേടിപ്പിക്കണേ? അതും പറഞ്ഞ് പവീനെ നോക്കുന്ന എല്ലാവർക്കും ഒരു വളിച്ചയിലി ജിലിച്ചു. അന്നയെ നോക്കി കണ്ണിറുക്കി കാണിച്ച് ഇൻ്റർവെല്ലിന് അന്നയുടെ കൂടെ പോയി. പക്ഷേ അവളുടെ ഓരോ പ്രവൃത്തിയെ നോക്കി കാണുന്ന ആ കണ്ണവൾ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. പവിയും അന്നയും ഗ്രൗണ്ടിൻ്റെ അടുത്ത് പോയിരുന്നു. പവി അവളോട് അവരുടെ ഓരോ ഫീലിങ്സ് ഉൾപ്പെടെ സകല കാര്യങ്ങളും പറഞ്ഞു. എടി സാമദ്രോഹി, ഇത്ര ഉണ്ടായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഇതാരോടും പറയരുത്. നീ പറയണ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിനക്ക് നീലേട്ടനെ ഇഷ്ടമാണെന്ന്. മാത്രമല്ല, നീലേട്ടൻ്റെ ജീവിതത്തിൽ നടന്ന നമ്മളറിയാത്ത പല കാര്യങ്ങളും കൊണ്ടാണ് നീലേട്ടന് ഇത്രയും ദേഷ്യമെന്ന് തോന്നുന്നു.
ഓഹോ, നീ ഇപ്പോൾ അയാളുടെ ഭാഗത്താണോ? എനിക്ക് അയാളെ ഒരിക്കലും ഇഷ്ടമാകില്ല. കാണാം. എടി പവി, നിനക്ക് നീലേട്ടനെ ഇഷ്ടമാകും. ഗിരിയേട്ടൻ എന്നോടെല്ലാം പറഞ്ഞായിരുന്നു. ഗിരിയേട്ടൻ കൊടുത്ത ആ പ്രോമിസ് അതെനിക്ക് കഴിയുന്ന രീതിയിൽ കീപ്പ് ചെയ്തേ പറ്റൂ. എന്നോട് ക്ഷമിക്കണം. നീലേട്ടനെ പോലെ ഒരാളെ നീ ഇനി തപസ്സിരുന്നാൽ കിട്ടില്ല. എനിക്ക് കിട്ടാതെ പോയ ഏട്ടനാത്. വൈകാതെ നീലേട്ടൻ നിന്നോട് പറയും, നിനക്ക് നീലേട്ടനില്ലാതെ പറ്റില്ല എന്ന അവസ്ഥ വരും പവി. നീലേട്ടനും നിന്നെ സ്നേഹിക്കും. ഞാൻ അതുവരെ ഒന്നും അറിഞ്ഞതായി ഭാവിക്കില്ല. പവി, പലതും നീ അറിയാത്തതുണ്ട്. നീലേട്ടനും അറിയാത്ത കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒരു ദിവസം നിങ്ങൾ അറിയും. അത് നിങ്ങൾ അറിയണ സമയം വരും. അതുവരെ കാത്തിരുന്നേ പറ്റൂ. അന്ന മനസ്സിൽ പറഞ്ഞു. നീ എന്തേ ചിന്തിക്കുന്നേ? ഹേയ്, ഒന്നുമില്ല. ഞാനൊരു ദിവസേ നിന്റെ കള്ളത്തരം പിടിക്കും. ഒന്ന് പോയടി. ഞാൻ പോവാ ക്യാൻറ്റീനിൽ. ഞാനും ഉണ്ട്. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. മുത്തേ, പിണങ്ങിയോ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. ഓ പിന്നെ, നീ പറഞ്ഞ തമാശ കൊണ്ട് ഞാൻ അനുഭവിച്ചതാ. ഓ, അതൊന്നും നീ വിട്ടില്ലേ? വയ്യോ, നമുക്ക് രണ്ടും പഴംപൊരി അടിക്കാം. ആ, എന്നാ വാ. മതിയടി കുരങ്ങി. ഇപ്പോൾ ബെല്ലടിച്ച് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. നമുക്ക് പോവാം. അവർ ഗേറ്റിൻ്റെ മുന്നിലെത്തിയപ്പോൾ നീലിൻ്റെ കാർ അന്നയുടെ അടുത്ത് വന്ന് നിന്നു. അന്നക്കൊച്ചെ, ലിഫ്റ്റ് എന്തെങ്കിലും വേണോ? ഓ വേണ്ട സാറേ, ഞങ്ങൾ സ്റ്റുഡൻസ് ഉള്ള ബസ്സിൽ കയറിക്കോളാം. എൻ്റെ രാവിലത്തെ തലവേദനയിൽ ബസ്സിൽ കയറിയപ്പോഴാ മാറിയത്, അതാ. പവി നീലിനെ നോക്കാതെ പറഞ്ഞു. അതിന് നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. പവി നീലിനെ നോക്കി കൊഞ്ഞനം കുത്തി. നീൽ അവളെ നോക്കി പേടിപ്പിച്ചു. പവി പേടി പുറത്ത് കാണിക്കാതെ അന്നയുടെ കൂടെ നടന്നുപോയി. നീൽ വണ്ടിയെടുത്ത് വീട്ടിലേക്കും